പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വൻ ആക്രമണം. പാകിസ്ഥാനിലെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ വിഘടനവാദികൾ നടത്തിയ ഏകോപിത ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ 67 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിവിധ നഗരങ്ങളിലായി തന്നെ നടത്തിയ ആക്രമണത്തിൽ 10 സുരക്ഷാ ഉദ്യോഗസ്ഥരും 11 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരോധിത വിഘടനവാദി സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ആ പ്രവിശ്യയിലുടനീളം തന്നെ ഒരേ സമയം ആക്രമണം നടത്തിയതായും 84 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചതായും ഇപ്പോൾ ഇവിടെ ഇവർ അവകാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ അവകാശവാദം സൈന്യം തള്ളിക്കളയുകയും ചെയ്തു. തുറമുഖ നഗരമായ ഗദ്വാറിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ തന്നെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരെ ഈ ഒരു നടന്ന പ്രത്യാക്രമണത്തിൽ 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ബലൂചിസ്ഥാനിലെ നഷാക്കി ജില്ലയിൽ മുതിർന്ന സിവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭീകരർ അവരെ തട്ടിക്കൊണ്ടുപോയതായും വ്യക്തമാക്കുന്നുണ്ട്. താൻ ഭീകരരുടെ കസ്റ്റഡിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ അവിടെ പ്രചരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക ക്യാമ്പുകൾ പിടിച്ചെടുക്കുകയും ധാരാളം സൈനിക വാഹനങ്ങൾ അവിടെ കത്തിക്കുകയും ചെയ്തതിന് പുറമെ 84 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊന്നതായി തന്നെ അവിടെ BLA അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. BLA പാകിസ്ഥാൻ സൈന്യത്തിലെ 18 സൈനികരെ തട്ടിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ ഉടനീളമുണ്ടായ 14 നഗരങ്ങളിലെ 48 സ്ഥലങ്ങളിൽ തങ്ങളുടെ പോരാളികൾ ഒരേ സമയം ആക്രമണം നടത്തിയതായും ഇവർ അവകാശപ്പെടുന്നു. 10 മണിക്കൂറിലധികം തന്നെ ഈ നഗരങ്ങളെ BLA അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഈ കാലയളവിൽ പാകിസ്ഥാൻ സൈന്യം, പോലീസ്, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവരെല്ലാം തന്നെ അവിടെ നിന്നുള്ള 84 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും 18 പേരെ അവിടുത്തെ ജീവനോടെ തന്നെ പിടികൂടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിലവിൽ BLA കസ്റ്റഡിയിലാണ് എന്നതാണ് ഇപ്പോൾ BLA വക്താക്കൾ തന്നെ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും കേന്ദ്ര സൈനിക ആസ്ഥാനവും പോരാളികൾ പിടിച്ചെടുത്തുവെന്നും ഇത് പാകിസ്ഥാൻ സൈനിക നീക്കത്തെ പൂർണ്ണമായും അവിടെ തടഞ്ഞുവെന്നും ഇവർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മസ്ജിദ് ബ്രിഗേഡ് പോരാളികൾ പാകിസ്ഥാൻ സൈനിക താവളങ്ങൾക്കുള്ളിൽ തന്നെ ചാവേറാക്രമണം നടത്തിയതായും ഇത് നാശം വിതച്ചതായും പറയപ്പെടുന്നു. കൂടാതെ തന്നെ 30-ലധികം സർക്കാർ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടതായും ബോംബിട്ട് തകർക്കുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്തതായും BLA അവകാശപ്പെടുന്നു. സുരക്ഷാ സേന അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സേനാ താവളങ്ങൾ, അതുപോലെ ബാങ്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഹൈവേയിലെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ BLA വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.